അനിൽകുമാർ സാറ് സ്വാമി ഭക്ഷണം കഴിക്കണത് കണ്ടപ്പോ സ്വാമിയോട് അനിൽകുമാർ സാർ ചോദിക്കുകയാണ്, സ്വാമി, ഞങ്ങളെല്ലാം പ്ലേറ്റ് നിറച്ച് കഴിക്കുന്നുണ്ട്, സ്വാമി സ്പൂണ് നിറച്ചേ കഴിക്കുന്നുള്ളൂ. വി ടേക്ക് പ്ലേറ്റ് ഫുൾ, യു ടേക്ക് സ്വാമി സ്പൂൺ ഫുൾ എന്നാണ് പറഞ്ഞത്. ഒരു ചോദ്യം സ്വാമിയോട് ചോദിച്ചു, സ്വാമിക്ക് പഞ്ചഭൂതങ്ങളിൽ നിന്ന് എനർജി കിട്ടുകയാണോ എന്ന് ചോദിച്ചു. സ്വാമി ചിരിച്ചോണ്ട് സാറിനോട് പറഞ്ഞു, അനിൽകുമാർ, പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഞാൻ എനർജി എടുക്കുകയല്ല ചെയ്യുന്നത്, ഞാനാണ് പഞ്ചഭൂതങ്ങൾക്ക് എനർജി കൊടുക്കുന്നതിന് ഭഗവാൻ പറയുകയാണ്. താൻ ആരാന്ന് സ്വാമി പറയുകയാണ്, കാണിക്കുകയാണ്. പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഞാൻ ശക്തി എടുക്കുകയല്ല ചെയ്യുന്നത്, പഞ്ചഭൂതങ്ങൾക്ക് ഞാൻ ശക്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം, 1974 ചിത്രാവതിയിൽ വലിയ രീതിയിലുള്ള പ്രളയം ഉണ്ടായി. നമ്മുടെ ഗണേഷ് ഗേറ്റ് വരെ വെള്ളം വന്നു, പുട്ടപർത്തിയില്ല. സ്വാമി മന്ദിരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗണേഷ് ഗേറ്റിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഗണേഷ് ഗേറ്റിന്റെ അടുത്ത് എത്തിയിട്ട് ഭഗവാൻ അവിടെയുള്ള ബിൽഡിംഗ് ഈസ്റ്റ് പ്രശാന്തിയുടെ മുകളിലേക്ക് കയറി. മൂന്നാമത്തെ നിലയിൽ കയറിയ ചിത്രാവതി കാണാം. വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് റോഡൊക്കെ. ഭഗവാൻ തൃക്കൈ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു, വെള്ളത്തിനോട് തിരിച്ചു പോകാനായിട്ട് കാണിച്ചു. വെള്ളം തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇതാണ് സ്വാമി പറഞ്ഞത്, പഞ്ചഭൂതങ്ങളും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. സൈസച്ചരത്തിൽ നമുക്ക് കാണാം, ഉധി ആളിക്കത്തണ സമയത്ത് ആ വടിയെടുത്ത് ഭഗവാൻ 3 തവണ താഴെ അടിക്കുമ്പോൾ ഓരോ തവണ തട്ടുമ്പോഴും ആ തീയിന്റെ ഇതിങ്ങനെ കുറഞ്ഞിങ്ങനെ വന്നു. അവിടെയും വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഭഗവാൻ ബാബ, ഷെഡി ബാബ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇതേപോലെ തന്നെ വെള്ളത്തിനോട് മതി നിന്റെ ദേഷ്യം തിരിച്ചു പോകാൻ പറയുന്നുണ്ട്. അവതാര പുരുഷന്റെ പ്രത്യേകത ഇതാണ്. എല്ലാ പഞ്ചഭൂതങ്ങളും എല്ലാം അവതാര പുരുഷന്റെ നിയന്ത്രണത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ഒരാഴ്ച ആയിട്ടില്ല, 4-5 ദിവസമേ ആയുള്ളൂ. മീഡിയ സെന്ററിൽ ശ്രീമതി ചിത്ര, നമ്മുടെ മലയാളിയുടെ ഏറ്റവും വലിയ അഭിമാനങ്ങളിൽ ഒന്നായ പാട്ട് പാടുന്ന ചിത്ര സ്വാമിയുടെ അടുത്ത് പലതവണ വന്നിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഒരു ഓണത്തിന് വന്നിട്ടുണ്ട്, ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. മീഡിയ സെന്ററിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ ആദ്യം സ്വാമിയുടെ മുമ്പിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു പൂർണ്ണേന്ദ്ര ഓഡിറ്റോറിയത്തിൽ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ശ്രീമതി ചിത്രയെ മാനേജരെയും സ്വാമി ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്. ഇന്റർവ്യൂ റൂമിൽ വെച്ച് ഭഗവാൻ ശ്രീമതി ചിത്രയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ, എന്താ പറയാനുള്ളത്? നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ, എന്താ പറയാനുള്ളത്? ചിത്ര പറഞ്ഞു, സ്വാമി, എനിക്ക് കുട്ടികളില്ല എന്നെനിക്ക് ഭഗവാനോട് പറയാനുണ്ട്. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. മറുപടി, അടുത്ത സന്തോഷ വർത്തമാനമായിട്ട് വരാം, ഹാപ്പി ന്യൂസുമായിട്ട് വരാൻ പറയാണ് ഭഗവാൻ. പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വേറൊരു പ്രോഗ്രാമിന് വേണ്ടി ചിത്ര പുട്ടപർത്തിയിൽ എത്തുന്നത്. അവർ ആ സ്വാമി പറഞ്ഞ പോലെ തന്നെ പ്രഗ്നന്റായി ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു. ചിത്രയുടെ വേറൊരു അനുഭവം, അവരോട് ഇങ്ങനെ സ്വാമിയുമായിട്ടുള്ള ഈ അനുഭവങ്ങൾ ആ ഇന്റർവ്യൂവിൽ പറയുമ്പോൾ ആ ഇന്റർവ്യൂവിൽ വേറൊന്നു കൂടിയുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതിനൊരു ഉദാഹരണം. ചിത്രയുടെ മാനേജരെ സ്വാമി ഒരു മോതിരം സൃഷ്ടിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് മോതിരം സൃഷ്ടിച്ചു കൊടുത്ത മാനേജരോട് സ്വാമി പറയുകയാണ്, നിങ്ങളുടെ കണ്ണിനെ സംരക്ഷിക്കുന്നത് പോലെ ഇവരെ ശ്രദ്ധിക്കണം എന്ന് പറയാണ്. മാനേജരോട് പറയും, മാനേജറുടെ ജോലി എന്താണ്? ഇവരെ ശ്രദ്ധിക്കണം, കണ്ണിന്റെ കൃഷ്ണമണി കണ്ണ് ശ്രദ്ധിക്കുന്നത് പോലെ ഇവരെ ശ്രദ്ധിക്കണം എന്ന് പറയാണ്. അടുത്ത തവണ പ്രശാന്തിയിലേക്ക് വരുമ്പോൾ അതിനു മുമ്പ് അവർക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. ഈ റെക്കോർഡിംഗ് ഹൈ പിച്ചിൽ പാടേണ്ട ഒരു പാട്ടാണ്. ദുഃഖിതയായ ഒരു സ്ത്രീ, ഭർത്താവ് പാമ്പ് കടിച്ച് കിടക്കുന്നു, ദുഃഖിതയായ ഒരു സ്ത്രീ ഈശ്വരനോട് ഉറക്ക അങ്ങനെ വിളിച്ചു പറയുന്ന അലമുറയിടുന്ന ഒരു പാട്ടാണ്. അപ്പൊ ചിത്രയുടെ മനസ്സിൽ തോന്നുകയാണ്, ഈ പാട്ട് പാടി അത്രയും ശബ്ദം എടുത്ത് പാടണം, ഹൈ പിച്ചിൽ പാടണം. ഈ പാട്ട് പാടിയാൽ
പുട്ടപർത്തിയെ പോകുമ്പോൾ അവിടുത്തെ പാട്ട് എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ ശബ്ദത്തിന് ബുദ്ധിമുട്ട് വന്നാലോ ഡയറക്ടറോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വന്നിട്ട് പാടിക്കോളാം എന്ന് പറഞ്ഞു. ഡയറക്ടർ സമ്മതിച്ചു. പ്രശാന്ത് നിലയത്തിലെത്തി. പ്രശാന്ത് നിലയത്തിലെ മ്യൂസിക് പ്രോഗ്രാം നന്നായിട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ സ്വാമി ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് സ്വാമി ചോദിച്ചു, എന്തേ നീ ആ പാട്ട് പാടാഞ്ഞത്? നീ എന്താ അന്ന് ആ പാട്ട് പാടാതെ ഇങ്ങോട്ട് വരാൻ കാരണം എന്താണെന്ന് ചോദിക്കാൻ ചിത്ര പറയാണ്, ഇന്റർവ്യൂവിൽ പറയാണ്, ചിത്രയ്ക്കും മാനേജർക്കും ഡയറക്ടറും വേറെ ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല ഇങ്ങനെ ഒരു സംഭവം, ഈ 3 പേർക്ക് മാത്രമേ അറിയുള്ളൂ. ചിത്ര പറയണ ആ കാര്യം പോലും ഭഗവാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്നവർ പറയേണ്ട. നമ്മൾ സ്വാമിയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും വലിയ തടസ്സം എന്താണ്? സിമ്പിളായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്താണോ നിങ്ങളെ സ്വാമിയിൽ നിന്ന് അകറ്റുന്നത് അതാണ് തടസ്സം. കേട്ട അപ്പൊ എന്താണ് ഭഗവാനിലേക്കുള്ള യാത്രയിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്നത്? എന്താണ്? സ്വാമി പറയുകയാണ്, എന്താണോ നിങ്ങളെ സ്വാമിയിൽ നിന്ന് അകറ്റുന്നത് അതാണ് തടസ്സപ്പെടുന്നത്. ഇപ്പൊ എനിക്കൊരാളെ കുറ്റം പറയാൻ തോന്നുകയാണ്, അത് എൻ്റെ സ്പിരിച്വൽ ജേണിക്ക് എതിരാണ്. കാരണം എന്നെ അത് ഭഗവാനിൽ നിന്ന് അകറ്റും. എനിക്ക് വേറൊരാളെ ഉപദ്രവിക്കാൻ തോന്നുകയാണ്, അത് എൻ്റെ യാത്രയ്ക്ക് തടസ്സമാണ്. കാരണം ഭഗവാൻ എന്നിൽ നിന്ന് അകന്നു പോകും. അതാണ് സ്വാമി പറഞ്ഞത്. എന്താണോ നിങ്ങളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്നത് അതാണ് ശ്രദ്ധിക്കാനുള്ളത്, അതാണ് തടസ്സം എന്ന് സ്വാമി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരിക്കൽ പുട്ടപർത്തിയില് 4 ശാസ്ത്രജ്ഞന്മാർ, വലിയ സയന്റിസ്റ്റാണ്, ഇന്ത്യയിലെ 4 സയന്റിസ്റ്റാണ്. ഈ സമയത്ത് സ്വാമി അവരെ വിളിച്ചു. ജുംസായി നിങ്ങൾ തപോവനം വായിക്കുന്നവർക്ക് അറിയാം. വൈക്കിംഗ് എന്നുള്ളത് നാസയിൽ നിന്ന് അയച്ച ശാസ്ത്രജ്ഞനാണ് ജുംസായി. അത് അയക്കാനുള്ള ഫോർമുല സ്വാമി ആകാശത്തിലാണ് കാണിച്ചു കൊടുത്തത്. 11 തവണ അത് പരാജയപ്പെട്ട് 11ാമത്തെ തവണ അത് ശരിയാ, 10 തവണ പരാജയപ്പെട്ടത്. ആ ജുംസായി വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. ജുംസായി വലിയ ശാസ്ത്രജ്ഞനാണ്. അമേരിക്കയിലെ വലിയ ഒരുപാട് പ്രസിദ്ധി കിട്ടിയ ശാസ്ത്രജ്ഞനാണ് നാസയില്. ആ ജുംസായി വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. സ്വാമി 4 ശാസ്ത്രജ്ഞന്മാരെ സ്വാമി വിളിച്ച ജുംസായിയോട് പറഞ്ഞു, ജുംസായി നീയും സയന്റിസ്റ്റ് പറയാൻ ജുംസായി സയന്റിസ്റ്റ് ജുംസായി നടത്തിയ ഈ സയന്റിസ്റ്റ് നീ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഭാരതത്തിൽ നിന്നുള്ള 4 ഡോക്ടറായും കൂടിയിട്ട് ഇന്റർവ്യൂ റൂമിൽ ഇരിക്കും. ആ ഇന്റർവ്യൂ റൂമിൽ സ്വാമി ഇങ്ങനെ സംസാരിക്കുന്ന സ്വാമി ബാക്കിലോട്ട് എടുക്കുകയാണ്. ഈ 2 തൃക്കരങ്ങള് ബാക്കിലോട്ട് എടുക്കുമ്പോൾ സ്വാമിയുടെ കയ്യില് ചെറിയൊരു കുരങ്ങന്റെ കുഞ്ഞ്. സ്വാമി 2 കൈകൾ 2 സൈഡിലേക്ക് എടുക്കുമ്പോൾ ഈ കുരങ്ങൻ വലുതായി വലിയൊരു കുരങ്ങനായിട്ട് മാറി. സ്വാമിയുടെ മടിയിൽ നിന്ന് ചാടി താഴേക്ക് വന്നു. സ്വാമി സയന്റിസ്റ്റിനോട് ചോദിച്ചു, എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇന്ത്യയിൽ നിന്ന് വന്നവരോട്. അവർ പറഞ്ഞു, സ്വാമി ഒന്നും മനസ്സിലായില്ല. ജുംസായിയോട് വെച്ചു. ജുംസായി പറഞ്ഞു, സ്വാമി എനിക്കൊന്നും മനസ്സിലായില്ല. ഭഗവാൻ ജുംസായിയുടെ ആ കുരങ്ങനെ എടുത്തു കൊണ്ടുവരാൻ പറയുകയാണ്. അത് അപ്പോഴേക്ക് അങ്ങോട്ടും പോയി പുറത്തോട്ട് സ്വാമിയുടെ ഇന്റർവ്യൂവിനോട് സൈഡിലേക്ക് പോയി. അതിനെ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞ സ്വാമിയുടെ മടിയിൽ വെച്ചു കൊടുത്തു. സ്വാമി ഒരു കൈയിൽ വെച്ചു കുരങ്ങന്റെ, ഒരു കൈ പുറകിലും വെച്ചു. സ്വാമി നേരത്തെ ബാക്കിലോട്ട് എടുത്ത കഴങ്ങള് സ്വാമി 2 കൈകൾ ഇങ്ങനെ കൂട്ടാനായിട്ട് തുടങ്ങി. കുരങ്ങൻ ചെറുതായി വന്ന ആ കുരങ്ങൻ ഡിസപ്പിയർ ചെയ്തു. ശാസ്ത്രത്തിന് മനസ്സിലാവാത്തത് ഭഗവാൻ ഈശ്വരന്. അതുകൊണ്ട് സ്വാമി പറയാറുണ്ട്, എവിടെയാണോ ശാസ്ത്രം തീരുന്നത് അവിടെ ആധ്യാത്മികത തുടങ്ങത്രേ.
സ്വാമി പറഞ്ഞൊരു ഉദാഹരണം നിങ്ങൾ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. ഒരു 2 ദിവസം മുമ്പ് പ്രസവിച്ച ഒരു ആയിട്ട് ഇപ്പൊ യൂറോളജിസ്റ്റ് മെഡിക്കൽ കോളേജിലാണ്. യൂറോളജിസ്റ്റ് ചോദിച്ചു സാർ എന്തോ നെറ്റ് പ്രോബ്ലം ഉണ്ടെന്നോ വ്യക്തമാകുന്നില്ല. ശരിക്കും കേൾക്കുന്നില്ല സാർ. കേൾക്കുന്നില്ല, വ്യക്തതയില്ല സാർ. നെറ്റിന്റെ പ്രോബ്ലം ബാംഗ്ലൂരാണ്. നമുക്ക് കേൾക്കുന്നുണ്ട്, ഇവിടെ കേൾക്കുന്നുണ്ട്, പക്ഷെ വ്യക്തതയില്ല, ഇടക്ക് പോന്നു. ഇപ്പൊ കേൾക്കാനുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയില്ല. കുരങ്ങന്റെ കാര്യമല്ലേ? അതെ. ആ മെഡിക്കൽ കോളേജ് കേൾക്കാനില്ലേ പറയണേ. കാരണം ഞാൻ യാത്രയിലാണ്, ബാംഗ്ലൂരാണ്. ഇവിടെ ചിലപ്പോൾ നെറ്റിന് പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ഈ കുട്ടിയെ ഒരു ടേബിളിൽ കിടത്തിയിട്ട് ഈ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ക്ലാസ് എടുക്കുകയാണ്. ജൂനിയർ ഡോക്ടേഴ്സ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് ഡിപ്പാർട്ട്മെന്റില്. ഡോക്ടർ ബോർഡുമേ ഈ യൂറിനറി ട്രാക്കിന്റെ ചിത്രം വരച്ചു. ബ്ലോക്ക് എവിടെയാന്ന് ഒരു ഇൻഡ്യൂട്ട് അവിടെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി യൂറിൻ പാസ് ചെയ്തു. യൂറിൻ പാസ് ചെയ്യാത്തതിനാണ് ഈ കുട്ടിയെ കൊടുന്ന് ഇങ്ങനെ കിടത്തിയത്. ആ കുട്ടി യൂറിൻ പാസ് ചെയ്തപ്പോൾ സ്വാമി പറയുകയാണ്, ആ പ്രൊഫസർക്ക് ഒന്നേ പറയാണ്ടായിരുന്നല്ലോ, ഇങ്ങനെയും സംഭവിക്കാന്ന്. അതായത് സയൻസ് അവസാനിക്കുന്നിടത്ത് സ്പിരിച്വാലിറ്റി തുടങ്ങുന്നു എന്ന് സ്വാമി പറയാൻ. അതാണ് ഇന്ത്യൻ സയന്റിസ്റ്റിനെ വിളിച്ച് ഭഗവാൻ ഇതാണ് കാണിച്ചു കൊടുത്തത്. അവതാര പുരുഷന്റെ സങ്കല്പമാണ് എല്ലാം എന്ന് സ്വാമി കാണിച്ചു കൊടുക്കുകയായിരുന്നു. ചേർന്ന് ഓർക്കാനുള്ളത്, നമ്മൾ വേറൊന്ന് മനസ്സിലാക്കേണ്ട, സ്വാമിയെ കുറിച്ച് ഓർക്കേണ്ടത്, ഭഗവാന്റെ ഡിവോട്ടീസ് എങ്ങനെ പെരുമാറുന്നു എന്നറിയുമ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കേൾക്കാനുണ്ടല്ലോ അല്ലേ ലക്ഷ്മണൻ? കേൾക്കാം സാർ, കേൾക്കാം. ഡോക്ടർ അബ്ദുൽ കലാം, അദ്ദേഹത്തിന് അതിഗംഭീരമായൊരു ഉദാഹരണമുണ്ട്. അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ശങ്കര ആശ്രമത്തിൽ നിന്ന് ശ്രീ ശങ്കരാചാര്യര്, ആ മഠാധിപതി, പ്രസിഡന്റിന്റെ പാലസിലേക്ക് വരികയാണ്. ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. ഡോക്ടർ അബ്ദുൽ കലാം ADCയോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് അദ്ദേഹത്തിനെ സ്വീകരിക്കേണ്ടത്. കലാം അദ്ദേഹത്തിനോട് അഡ്വൈസ് ചോദിക്കുകയാണ്, ഉപദേശം ചോദിക്കുകയാണ്. ADC പറഞ്ഞു കൊടുത്തു, ഞാൻ ഗേറ്റിൽ പോയിട്ട് അദ്ദേഹത്തിനെ സ്വീകരിച്ചോളാം. ഗേറ്റിൽ പോയി സ്വീകരിച്ച് ഞാൻ അദ്ദേഹത്തിനെ അങ്ങയുടെ മുറിയിലേക്ക്, സ്വീകരണ മുറിയിലേക്ക്, ആ സിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുവന്നോളാം. അബ്ദുൽ കലാം ഒരു ചോദ്യം ചോദിക്കേണ്ട ADCയോട്, ഞാൻ ഗേറ്റിൽ വന്നാൽ എന്താ സ്ഥിതിയാവുക? നിങ്ങൾ ഞാനും കൂടി വന്നാൽ എന്താ സംഭവിക്കുക? അപ്പൊ ADC പറഞ്ഞു, അങ്ങ് വന്നാൽ അങ്ങയേക്കാൾ പ്രാധാന്യം അദ്ദേഹത്തിന് ഉണ്ടെന്ന് ആൾക്കാർ വിചാരിക്കും. അത് കഴിഞ്ഞ് അബ്ദുൽ കലാം ചോദിക്കുകയാണ്, ADC അകത്ത് വന്നപ്പോൾ ചോദിക്കുകയാണ്, എവിടെയാണ് അദ്ദേഹത്തിന് ഇരുത്തുക? അപ്പൊ ADC പറഞ്ഞു, ഞാൻ നല്ലൊരു ചെയർ തയ്യാറാക്കാം, പുലിയുടെ തോലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്, അതൊക്കെ തയ്യാറാക്കി സന്യാസിമാർ ഇരിക്കുന്ന പോലെ സീറ്റ് ഞാൻ അദ്ദേഹത്തിന് ഉണ്ടാക്കിക്കൊള്ളാം അങ്ങയുടെ സീറ്റിന്റെ അടുത്ത്. അബ്ദുൽ കലാം പറയുകയാണ്, ഞാൻ എൻ്റെ സീറ്റിൽ അദ്ദേഹത്തിന് എന്താ സംഭവിക്കുക? ADC പറഞ്ഞു, അങ്ങയേക്കാൾ പ്രാധാന്യം അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ള നില വരും.
അങ്ങനെ ശങ്കരാചാര്യര് പ്രസിഡൻഷ്യൽ പാലസിൽ എത്തേണ്ട സമയമായി. ADC കാത്തു നിൽക്കുകയാണ് ഗേറ്റിൽ. ADC തിരിഞ്ഞു നോക്കിയപ്പോ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ കലാം കുറച്ചപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഇദ്ദേഹത്തിനെ സ്വീകരിക്കാനായിട്ട്. പ്രസിഡന്റ് തന്നെയാണ് ഗേറ്റിൽ വന്ന് ഇദ്ദേഹത്തിനെ സ്വീകരിച്ചുകൊണ്ട് പോണത്. അത് കഴിഞ്ഞ് സിറ്റിംഗ് റൂമിലെത്തി, റിസപ്ഷൻ റൂമിലെത്തി. ADC പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നല്ലൊരു ചെയർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഈ സന്യാസിമാർ ഇരിക്കാൻ പറ്റിയത്. അബ്ദുൽ കലാം അദ്ദേഹത്തിനോട് അബ്ദുൽ കലാമിന്റെ പ്രസിഡന്റിന്റെ സീറ്റിൽ ഇരിക്കാൻ പറയുകയാണ്. അബ്ദുൽ കലാം മറ്റേ ചെയറിലിരുന്നു. ശ്രീ ശങ്കരാചാര്യ തിരിച്ചുപോയി കഴിഞ്ഞപ്പോ ഡോക്ടർ കലാമും പ്രസിഡന്റും പ്രസിഡന്റിന്റെ ADCയും കൂടി ഒരു സംഭാഷണം ഉണ്ട്. ADC അബ്ദുൽ കലാമിനോട് ചോദിക്കുകയാണ്, സർ, എന്താണ് അങ്ങ് അവിടെ വരാൻ കാരണം? അത് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് അങ്ങയുടെ സീറ്റിൽ അദ്ദേഹത്തിനെ ഇരുത്തിയത്? അബ്ദുൽ കലാം പറഞ്ഞൊരു മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. കലാം പറഞ്ഞു, ഇനി വരുന്ന ഇന്ത്യയുടെ എല്ലാ പ്രസിഡന്റുമാർക്കും അദ്ദേഹം ആ പ്രസിഡന്റിന്റെ ചെയറിൽ ഇരുന്നാൽ, കസേരയിൽ ഇരുന്നാൽ, ഇനി എത്രയോ കാലം ഓരോ കാലത്തും മാറി മാറി വരുന്ന ഇന്ത്യൻ പ്രസിഡന്റുമാർക്ക് മുഴുവൻ ആ ആധ്യാത്മിക അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ ചെയറിൽ ഇരുത്തിയത്. നോക്കൂ, അബ്ദുൽ കലാമിന് മാത്രമല്ല, ഇനി വരുന്ന എല്ലാ പ്രസിഡന്റുമാർക്കും അദ്ദേഹത്തിന്റെ അനുഗ്രഹവും വൈബ്രേഷനും കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തിനെ ഞാനിരിക്കുന്ന കസേരയിൽ ഇരുത്തിയതെന്ന് അബ്ദുൽ കലാം പറയുമ്പോൾ ADC പറഞ്ഞൊരു വാചകമുണ്ട്, അങ്ങ് മഹാനായൊരു ശാസ്ത്രജ്ഞൻ മാത്രമല്ല, അങ്ങൊരു മഹർഷി വര്യൻ കൂടിയാണ്, അങ്ങൊരു സെയിന്റാണ്, അങ്ങൊരു സെയ്ജാണ്, വേഷം മാറിയ സെയ്ജാണ്, കോട്ടക്കെട്ട സെയ്ജാണ്. ആ വാചകം എത്ര സുന്ദരാ നോക്കൂ. അങ്ങ് മഹാനായൊരു ശാസ്ത്രജ്ഞൻ മാത്രമല്ല, അങ്ങ് യു ആർ എ സെയിന്റ് ഇൻ ഡിസ്ഗൈസ്, വേഷം മാറിയ ഒരു സെയിന്റ് കൂടിയാണെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ കലാം സ്വാമിക്ക് ഇത്രയും പ്രിയപ്പെട്ടവനായിട്ട് മാറിയത് അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവമാണ്. ഇപ്പം ഭഗവാന്റെ ഇതുപോലെയുള്ള ഡിവോട്ടീസിന്റെ ലൈഫ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. വേറെ നോക്കേണ്ടത്, ഈ യാത്രയിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ്. ഇപ്പം ഞാൻ നല്ലൊരു പുതിയ ഷർട്ട് പോവുകയാണ്. ഞാൻ ഈ പുതിയ ഷർട്ടും ഒക്കെ ഇടുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ നല്ല പാൻസ്, ഉദാഹരണമാണ്, ലക്ഷ്മണന്റെ പേര് ഉദാഹരണം മാത്രമാണ്. അപ്പം ഞാൻ ഈ പാൻസും ഷർട്ട് ഇട്ട് പോകുമ്പോഴാണ് ലക്ഷ്മണൻ അതിനേക്കാൾ നല്ല പാൻസും ഷർട്ട് ഇട്ട് വരികയാണെങ്കിൽ എൻ്റെ സന്തോഷം മുഴുവൻ പോയി. ഞാനൊരു കാറിൽ പോകുമ്പോൾ സതീഷ് അതിനേക്കാൾ വലിയ കാറിൽ വരികയാണെങ്കിൽ എൻ്റെ സന്തോഷം മുഴുവൻ പോയി. ഇതുകൊണ്ടാണ് സ്വാമി പറഞ്ഞത്, ആധ്യാത്മിക യാത്രയിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ്. റിസർച്ച് നടത്തുന്ന ഒരു ലേഡി ഈ ഒരു കാര്യം മങ്കീസിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്, കുരങ്ങന്മാരിൽ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. കുറേ കുരങ്ങന്മാർ ഇരിക്കുന്നുണ്ട്. ഒരു കുരങ്ങന് കുക്കുംബർ കൊടുത്തു. നമ്മൾ പൊട്ട് ഈ വെള്ളരിക്കാന്നൊക്കെ പറയില്ലേ, കുക്കുംബർ, വേനൽക്കാലത്ത് എല്ലാവർക്കും അറിയാം കുക്കുംബർ. ഒരു കുരങ്ങനെ കുക്കുംബർ കൊടുത്തപ്പോൾ സന്തോഷത്തോടു കൂടി ആ കുക്കുംബർ ആ കുരങ്ങനെ കടിച്ച് തിന്നാൻ നോക്കുകയാണ്. ബാഗിൽ നിന്ന് കുറേ ഗ്രേപ്സ് എടുത്ത് അടുത്ത കുരങ്ങന് കൊടുത്തപ്പോൾ ഈ കുരങ്ങനെ ഈ കുക്കുംബർ വലിച്ചെറിഞ്ഞ് ഗ്രേപ്സ് കിട്ടാൻ വേണ്ടി കൈ നീട്ടുകയാണ്. ഇത് കുരങ്ങന്മാരിൽ നടത്തിയ ഒരു പരീക്ഷണമാണ്. സത്യം പറഞ്ഞാൽ നമ്മളും അങ്ങനെ തന്നെയല്ലേ എന്ന് ആലോചിച്ച് നോക്കാം.
കമ്പയർ ചെയ്യലാണ് ഇത്രയും പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അവിടെയാണ് ഭഗവാൻ പറഞ്ഞത്, നീ ചോദിച്ചതെല്ലാം ഞാൻ നിനക്ക് തരുന്നത് എന്തുകൊണ്ടാണെന്നറിയും, ഞാൻ എന്തു തരാനാണോ വന്നത് അത് നിന്നെ കൊണ്ട് ചോദിപ്പിക്കാനായിട്ട്. ഇതാണ് ആധ്യാത്മികമായിട്ട് ഉയരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത്. ഇതാണ്, നീ ചോദിക്കുന്നതെല്ലാം ഞാൻ തരുന്നത്. വാട്ട് എവർ യു ആസ്ക് ഐ ഗിവ് യു, ബിക്കോസ് ടു മേക്ക് യു റെഡി ഫോർ ആസ്കിങ് ദാറ്റ് ഫോർ വിച്ച് ഐ ഹാവ് കം. എന്ത് തരാനാണോ ഞാൻ വന്നത് അത് നിന്നെ കൊണ്ട് ചോദിപ്പിക്കാൻ വേണ്ടിയാണ് നീ ചോദിക്കുന്നതെല്ലാം ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഓർക്കണം. ഭഗവാൻ ഒന്നുകൂടി പറയുന്നുണ്ട്, നിനക്ക് ആവശ്യമുള്ളതാണ് ഞാൻ തരുന്നത്, നീ ആഗ്രഹിക്കുന്നതെല്ലാം. ഐ എം ഗിവിംഗ് യു വാട്ട് യു നീഡ്, നോട്ട് വാട്ട് യു ആസ്ക്. നിനക്ക് ആവശ്യമുള്ളതാണ് ഞാൻ തരിക. അസുഖമുള്ള കുട്ടിക്ക് അമ്മ മരുന്ന് കൊടുക്കുന്നു, കുഞ്ഞ് മിഠായിയാണ് ചോദിക്കുന്നത്. മിഠായി അല്ല അമ്മ കൊടുക്കുക, മരുന്നാണ് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ളതാണ് സ്വാമി തരിക, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, നമ്മൾ ചോദിക്കുന്നതല്ല എന്ന് സ്വാമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക? ഈ നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഈ ആഗ്രഹങ്ങളിലാണെങ്കിൽ എങ്ങനെയൊന്ന് രക്ഷപ്പെടാൻ പറ്റുക? ഭഗവാൻ നല്ല മാർഗം പറഞ്ഞു തരുന്നുണ്ട്. നമുക്കുള്ള അനുഗ്രഹങ്ങൾ മുഴുവൻ എണ്ണലാണത്രേ. അനുഗ്രഹങ്ങളെ ബൈബിളില് യേശുദേവൻ പറയുന്നുണ്ട്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നുണ്ട്, അനുഗ്രഹങ്ങൾ എണ്ണാന്ന് പറയുന്നുണ്ട്. ഇത് തന്നെ സ്വാമി നമുക്ക് പറഞ്ഞു തരുന്നത്, അനുഗ്രഹങ്ങൾ എണ്ണ. നമ്മൾ നേരത്തെ കേട്ടൊരു ഉദാഹരണമുണ്ട്. ഒരു വീട്ടിലെ കുട്ടി, 10-12 വയസ്സുള്ള കുട്ടി, ആൺകുട്ടി, പേരൻസിനെ എന്നും ബോധർ ചെയ്യും. പുതിയ ഷൂ വേണം, പുതിയ ഷൂ വേണം എന്ന് പറഞ്ഞു എന്നും പേരൻസിനോട് വഴക്കുണ്ടാക്കും. അമ്മ പറയും, മോനെ ഷൂ കേടുവന്നിട്ടില്ല, എന്തിനാ പുതിയത് മേടിക്കുന്നത്? ആ കുട്ടി പറഞ്ഞൊരു വാചകമുണ്ട്, ഐ വാസ് കംപ്ലൈനിങ് ദാറ്റ് ഐ എം ഹാവിങ് നോ ഷൂ. എനിക്ക് ഷൂസ് ഇല്ല എന്ന് ഞാൻ കംപ്ലൈന്റ് പറയായിരുന്നു. എന്ന് വരെ കംപ്ലൈന്റ് പറഞ്ഞു എന്നറിയോ? കാലില്ലാത്ത ഒരാളെ കാണുന്നത് വരെ. എനിക്ക് ഷൂസ് ഇല്ല എന്ന് ഞാൻ പറയും, കംപ്ലൈന്റ് പറയും. കാലില്ലാത്ത ആളെ കണ്ടപ്പോ ഈശ്വര എനിക്ക് കാലുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ആധ്യാത്മിക യാത്രയിൽ, സ്വാമിയിലേക്കുള്ള യാത്രയിൽ സ്വാമി തരുന്ന അനുഗ്രഹങ്ങളാണ് നമ്മൾ എണ്ണേണ്ടത്. നമുക്കില്ലാത്തതല്ല ആലോചിക്കേണ്ടത്, ഭഗവാൻ തന്ന അനുഗ്രഹങ്ങളാണ് നമ്മൾ എണ്ണേണ്ടത്. ഇത് കഥയല്ല ഇനി പറയാൻ പോകുന്നത്. അടുത്ത കാലത്ത് സംഭവിച്ചൊരു കാര്യമാണ്. ഒരു സെയ്ജ് സന്യാസി ഒറീസയില് റോഡിലൂടെ നടക്കുകയാണ്. വലിയൊരു പാലം കയറണം ഇദ്ദേഹത്തിന്. ആ പാലത്തിന്റെ മുകളിൽ കയറി. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ആ പാലത്തിന്റെ കൈവേരിയിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ ഈ സന്യാസിക്ക് തോന്നുകയാണ്, ആത്മഹത്യ ചെയ്യാനാണോ സംശയം തോന്നുകയാണ്. കുറച്ച് ദൂരമുള്ളത് കൊണ്ട് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സ്റ്റോപ്പ് എന്ന് പറഞ്ഞു, ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ വേഗം താഴെ ഇറങ്ങി. സന്യാസി അടുത്തെത്തി. സന്യാസി ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ വാട്ട് ആർ യു ഡൂയിങ്, നീ എന്താ ഈ ചെയ്യുന്നത്? അപ്പൊ ചെറുപ്പക്കാരൻ സന്യാസിയോട് പറയുകയാണ്, എനിക്ക് ഈശ്വരൻ ഒന്നും തന്നിട്ടില്ല. ഗോഡ് ഹാസ് ഗിവൺ മീ നത്തിങ്. ഒന്നും എനിക്ക് ഈശ്വരൻ തന്നിട്ടില്ല. അപ്പൊ സന്യാസി പറഞ്ഞു കൊടുത്ത, അങ്ങനെയല്ല, ഈശ്വരൻ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു, അങ്ങനെയല്ല, ഈശ്വരൻ എനിക്ക് ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ സന്യാസി ചോദിച്ചു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് 10 ലക്ഷം രൂപ തരാം. 10 ലക്ഷം രൂപ തന്നാൽ നീ ഹാപ്പിയാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞു, സന്തോഷമായി, അങ്ങ് 10 ലക്ഷം രൂപ തന്ന എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ഹാപ്പി ആയിക്കൊള്ളാം. ഈ സന്യാസിയുടെ ഒരു കണ്ടീഷനുണ്ട്. ഈ കണ്ടീഷന്റെ 10 ലക്ഷം രൂപ തരണമെങ്കിൽ നിന്റെ 2 കണ്ണുകൾ എനിക്ക് തരണം. ഞാൻ 10 ലക്ഷം തരാം, 2 കണ്ണുകൾ തന്നാൽ മതി. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത് പറ്റില്ല, അത് തരാൻ പറ്റില്ല. അപ്പൊ സന്യാസി ചോദിക്കുകയാണ്, അപ്പൊ നിന്റെ കണ്ണുകൾക്ക്
10 ലക്ഷത്തിനേക്കാൾ വിലയുണ്ടല്ലേ? നീ പറഞ്ഞില്ലേ ഈശ്വരൻ നിനക്കൊന്നും തന്നിട്ടില്ല എന്ന്. അപ്പൊ ഈശ്വരൻ തന്നതിന്റെ ഈ കണ്ണുകൾക്ക് 10 ലക്ഷത്തിനേക്കാൾ വിലയുണ്ട്. അത് കഴിഞ്ഞ് സന്യാസി പറഞ്ഞു, ഞാൻ നിനക്ക് 5 ലക്ഷം തരാം, നിന്റെ 2 കൈകൾ എനിക്ക് തന്നാൽ മതി. അയ്യോ, അത് പറ്റില്ല. നമ്മൾ അറിയുന്നില്ല ഈശ്വരൻ തന്ന അനുഗ്രഹം എന്താ, നമ്മൾ അറിയുന്നില്ല. ഒരു ചെറുപ്പക്കാരൻ, ഇത് കഥയല്ല ഉണ്ടായതാണ്. ചെറുപ്പക്കാരൻ കണ്ണിന് ഇറിറ്റേഷൻ ആയിട്ട്, കണ്ണിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഓപ്താൽമോളജിസ്റ്റ്, കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാൻ പോവുകയാണ്. കുറേ നേരമായി ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞ് ഡോക്ടർ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, എനിക്ക് പറയാൻ വിഷമമുണ്ട്, നിങ്ങളുടെ കണ്ണിലൊരു ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ട്, ക്യാൻസർ ഗ്രോത്ത് വരുന്നുണ്ട് നിങ്ങളുടെ കണ്ണില്. അങ്ങനെ കാണുന്നു ഞാൻ നോക്കണ സമയത്ത്. സർജറി അത്യാവശ്യമാണ്. കാഴ്ച കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ 2 കണ്ണിന്റെയും കാഴ്ച പോവാനുള്ള സാധ്യതയുണ്ട്. കടലാസൊക്കെ ഒപ്പിട്ട് മേടിച്ചു. സർജറി ചെയ്യണ സമയത്ത് ഡോക്ടർക്ക് മനസ്സിലായി അത് ക്യാൻസർ അല്ല, അതൊരു ഫംഗസ് ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലായി. ഓപ്പറേഷൻ കഴിഞ്ഞു, ഫംഗസ് ഇൻഫെക്ഷനൊക്കെ മാറ്റി, ബാൻഡേജ് വെച്ച് കെട്ടി. ചെറുപ്പക്കാരന് ഭയങ്കര ഭയമുണ്ട്. ബാൻഡേജ് എടുത്തു കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റുമോ എന്ന് ഭയമുണ്ട്. കാലത്ത് ഡോക്ടർ റൗണ്ടിന് വന്നപ്പോൾ ബാൻഡേജ് മാറ്റി നോക്കി, കണ്ണ് സുഖമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. തൊഴുത് ഈശ്വരനോട് പറഞ്ഞു, ഈശ്വര എനിക്കൊരുപാട് നന്ദിയുണ്ട്, ഈ കണ്ണ് നേരത്തെ ഉണ്ടായിരുന്നില്ലേ? ഈ കണ്ണും ചെവിയും മൂക്കും വായയും നാവും കയ്യും കാലൊക്കെ നമുക്ക് ഈശ്വരൻ തന്നിട്ടില്ലേ? പക്ഷെ നമ്മള് നന്ദി കാണിക്കാനായിട്ട് മറന്നു പോകുന്നു. ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുന്നത്. അതിസുന്ദരമായ ഭഗവാന്റെ ഒരു വാചകമുണ്ട്. സ്വാമിയുടെ വളരെ അടുത്ത ഡിവോട്ടി ബാംഗ്ലൂര് വലിയൊരു കുഴിയിൽ വീണു. കുഴിയിൽ വീണിട്ട് ഇദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല. അദ്ദേഹം ഓടിച്ചെന്ന് സ്വാമിയോട് പറഞ്ഞു, സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴിയിൽ വീണിട്ട് എനിക്കൊന്നും പറ്റിയില്ല. സ്വാമി ചോദിച്ചൊരു മറുപടിയില്ല. കുഴിയിൽ വീണിട്ട് നിനക്ക് ഒന്നും പറ്റിയില്ല എന്ന് ഇത്രയും നന്ദിയോടുകൂടി നീ പറയുമ്പോ, ഇത്രയും കാലം കുഴിയിൽ വീഴാതെ നിന്നെ നോക്കിയതിന് എത്ര നന്ദി ഉണ്ടാവും. ഞാൻ അതൊന്നുകൂടി പറയാം, അതിസുന്ദരമാണത്. കുഴിയിൽ വീണിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ, ഒന്ന് വീണ, ഓ സ്വാമി എനിക്ക് ഒന്നും പറ്റിയില്ല, സ്വാമി നോക്കി. പക്ഷെ ഇത്രയും കാലം വീഴാതെ നോക്കിയതിനോ, വീണിട്ടൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് ഭഗവാനോട് നന്ദി പറയുമ്പോ, ഇത്രയും കാലം ഭഗവാൻ നമ്മളെ വീഴാതെ നോക്കുന്നതിനോ നമ്മൾ മറന്നു പോകുന്നു. അതാ സ്വാമി പറഞ്ഞത്. കുഴിയിൽ വീണിട്ട് ഒന്നും പറ്റിയില്ല എന്ന് നീ സന്തോഷപൂർവ്വം എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോ, ഇത്രയും കാലം കുഴിയിൽ വീഴാതെ നോക്കിയതിന് നിനക്ക് എത്ര നന്ദി ഉണ്ടാവണം എന്ന് ഭഗവാൻ പറയുകയാണ്. എവിടെയാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്? വലിയൊരു നീന്തൽ വിദഗ്ധ, ഇത് കഥയെല്ലാം ഉണ്ടായതാണ്. ഫേമസ് സ്വിമ്മർ. ഏതോ നീന്തൽ മത്സരത്തിന് പോയാലും ഇവർക്ക് സമ്മാനം കിട്ടും. ഒരുപാട് സ്ഥലങ്ങളിലെ വലിയ വലിയ നദികളെല്ലാം ഇവര് നീന്തി കീഴടക്കിയിട്ടുണ്ട്. അവസാനം വളരെ പ്രയാസമുള്ള ഒരു കടലിടുക്കിൽ ഇവര് നീന്തുകയാണ്. കംപ്ലീറ്റ് ഷാർക്ക്, തിമിംഗലങ്ങളൊക്കെ നിറച്ചുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഉപദ്രവമില്ലാതിരിക്കാൻ വേണ്ടി ഒരു ബോട്ട് പിന്നാലെ പോകുന്നുണ്ട്, ഇവർക്ക് ഒന്നും പറ്റാതിരിക്കാനായിട്ട്. കുറേ നീന്തി കഴിഞ്ഞപ്പോഴാണ് മുന്നിൽ ഒരു മൂടൽമഞ്ഞ് പോലെ ഇങ്ങനെ കണ്ടു, ഫോഗ് കണ്ടു. ഒന്നും കാണാനില്ല, മുന്നിൽ എന്താ ഉള്ളതെന്ന് ഒന്നും കാണാനില്ല. ഭയങ്കര ഒരു മൂടൽമഞ്ഞാണ്. അപ്പൊ ബോട്ടിലേക്ക് കയറിയിട്ട് ഇവർ പറഞ്ഞു, ഇനി സാധിക്കില്ല നമുക്ക് നീന്താൻ, കാരണം മൂടൽമഞ്ഞാണ്, എനിക്ക് ഒന്നും കാണാനില്ല, മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സത്യത്തില് അവിടുന്ന് 1 കിലോമീറ്റർ അകലെയായിരുന്നു ഇത്ര കര. പക്ഷെ ഈ മൂടൽമഞ്ഞ് വന്നതുകൊണ്ട് കര എവിടെയാണ് എന്നവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല. സത്യത്തിൽ ഇത് നമ്മളുടെ സ്ഥിതിയാണ്. കാരണം സ്വാമിയെ കാണുന്ന സമയത്ത് നമുക്കൊരു കാറ്ററാക്ട് പോലെ ഒരു മൂടൽമഞ്ഞ് വരുമ്പോ, സ്വാമിക്ക് അനിഷ്ടമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുമ്പോ, അത് ഈ ഫോഗ് പോലെ മൂടൽമഞ്ഞ് പോലെ നിൽക്കുമ്പോൾ ഭഗവാന്റെ കരയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് നമുക്ക് ഓർക്കാനായിട്ട് നമുക്ക് സാധിക്കണം.
എപ്പോഴും ഓർക്കേണ്ടത് അതാണ്. കാരണം അവിടെയാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നതും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സംഭവിക്കുന്നതും അവിടെയാണ്. ഒരു ദിവസം ഭഗവാൻ സ്റ്റുഡൻസുമായിട്ട് ഇരിക്കുകയാണ്. സ്വാമിയുടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, സീനിയർ കുട്ടികളാണ്, പോസ്റ്റ് ഗ്രാജുവേഷനും റിസർച്ചും ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. സ്വാമി അവരോട് സംസാരിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് സ്വാമി സൈലന്റായി, നിശബ്ദനായി ഭഗവാൻ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്വാമി അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര കാലം ഈ സ്വാമിയുടെ ദിവ്യ ശരീരം തൊട്ട് സ്വാമി ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര കാലം ഈ ശരീരത്തിന്റെ പിന്നാലെ ഓടും? ഹൗ ലോങ് യു വിൽ റൺ ബിഹൈൻഡ് ദിസ് ബോഡി? സ്റ്റുഡൻസിനൊന്നും മനസ്സിലായില്ല. അവർ വിളിച്ചു നോക്കിയിരിക്കുക, എന്താ ഭഗവാൻ പറയുക. കാരണം അവർക്ക് ഭഗവാന്റെ ശരീരമല്ലാതെ സ്വാമി സന്തോഷിപ്പിക്കുക, സ്വാമിയുടെ ഒരു ചിരി കിട്ടുക, സ്വാമിയുടെ പാദം തൊടുക, സ്വാമിക്ക് ഒരു ടവല് കൊടുക്കുക, സ്വാമിയുടെ വിഭൂതി ചോദിക്കുക. ഇങ്ങനെ ഭഗവാന്റെ ദിവ്യ ശരീരം അല്ലാതെ കുട്ടികൾക്കൊന്നും അറിയില്ല. ആ കുട്ടികളോടാണ് സ്വാമി ചോദിക്കുന്നത്, എത്ര കാലം നിങ്ങൾ ഈ ശരീരത്തിന്റെ പിന്നാലെ ഓടും? കുട്ടികൾ സ്റ്റണ്ടായി ഇങ്ങനെ ഇരിക്കുകയാണ്, മിണ്ടാതിരിക്കുകയാണ്. സ്വാമി പറഞ്ഞു, ആരാധന ഡേ കഴിഞ്ഞല്ലേ ഉള്ളൂ. സ്വാമി പറഞ്ഞു, ഒരാഴ്ചയല്ലായുള്ളൂ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കാണുന്ന സ്വാമിയേക്കാൾ ശക്തി, അന്ന് സ്വാമി പറഞ്ഞു കൊടുത്താണിത്, കാണുന്ന സ്വാമിയേക്കാൾ ശക്തി കാണാത്ത സ്വാമിക്കാണ്. സ്വാമി ഹു ഈസ് അൺസീൻ ഈസ് മോർ പവർഫുൾ ദാൻ സ്വാമി ഹു ഈസ് സീൻ. കാണുന്ന സ്വാമിയേക്കാൾ കാണാത്ത സ്വാമിക്കാണ് കൂടുതൽ ശക്തിയുള്ളത്. കുട്ടികൾക്ക് മനസ്സിലായില്ല. ഒരു കുട്ടി ധൈര്യം സംഭരിച്ച് സ്വാമിയോട് ചോദിക്കുകയാണ്, സ്വാമി, ആ കാണാത്ത സ്വാമിയുമായിട്ട് ഞങ്ങൾ എങ്ങനെയാ കണക്ട് ചെയ്യാൻ പറ്റുക? കാണാത്ത സ്വാമിയുമായിട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? സ്വാമി പറഞ്ഞു, നിങ്ങളൊക്കെ സീനിയർ വിദ്യാർത്ഥികളാണ്, നിങ്ങളെല്ലാവരും മുതിർന്ന വിദ്യാർത്ഥികളാണ്. അത് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് അറിയില്ലേ? എത്ര കാലമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ലവ് എലോൺ. നമ്മുടെ തൊട്ടടുത്തുള്ള ഭഗവാൻ, കാണാത്ത ഭഗവാൻ, ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാത്ത ഭഗവാനെ കിട്ടാനുള്ള സ്വാമി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരേ ഒരു മാർഗം പ്രേമം മാത്രമാണ്, അത്രേ, സ്നേഹം മാത്രമാണ്. ഭഗവാൻ പറയാണ്, മീര കണ്ടിട്ടില്ല കൃഷ്ണനോടുള്ള സ്നേഹം. ത്യാഗരാജസ്വാമിക്ക് ശ്രീരാമേന്ദ്ര ഭഗവാൻ സന്നിധിയാണ് പാടിയത്. നിധി വേണ്ട, എനിക്ക് സന്നിധി മതി. ശ്രീരാമേന്ദ്ര ഭഗവാനോട് ത്യാഗരാജസ്വാമിക്ക് ഉണ്ടായിരുന്ന സ്നേഹം മീരയ്ക്ക് കൃഷ്ണനോടുണ്ടായിരുന്ന സ്വാമി പറയാണ്, ഇത് മാത്രം മതി. അത്രേ, ഭഗവാനോടുള്ള അചഞ്ചലമായ സ്നേഹവും ഭക്തിയും വിശ്വാസവും മാത്രം മതി. ഇന്ന് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത സ്വാമിയെ കാണാനായിട്ട് സ്വാമി കുട്ടികൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ ആ മരം നോക്കൂ, കാണുന്ന മരത്തിനേക്കാൾ വലുതാണ്, ശക്തിയുണ്ട് ആ കാണാത്ത വേരുകൾക്ക്. കാണുന്ന മരത്തിനേക്കാൾ ശക്തിയുണ്ട്, പ്രാധാന്യമുണ്ട് കാണാത്ത വേരുകൾ. കാരണം ആ കാണാത്ത വേരുകളാണ് ആ മരത്തിന്റെ ശക്തി മുഴുവൻ. അതുകൊണ്ട് കാണാത്തതിനാണ് കാണുന്നതിനേക്കാൾ. വീടിന്റെ ഫൗണ്ടേഷനാണ് വീടിനെ നിർത്തുന്നത്, പക്ഷെ അത് കാണാത്തതാണ്. കാണാത്ത സ്വാമിക്കാണ് കാണുന്ന സ്വാമിയേക്കാൾ കൂടുതൽ ശക്തി. ആ കാണാത്ത സ്വാമിക്കാണ് കാണുന്ന സ്വാമിയേക്കാൾ കൂടുതൽ ശക്തി എന്നുള്ളത് ഒറ്റ ഉദാഹരണം. സ്വാമി ദിവ്യ ശരീരം ഉപേക്ഷിച്ച് 2011 ഏപ്രിൽ 24 ദിവ്യ ശരീരം ഉപേക്ഷിച്ച് കൃത്യം 1 വർഷമാകുമ്പോൾ മഹാരാഷ്ട്രയുടെ സേവയാണ് പുട്ടപർത്തിയിൽ. മഹാരാഷ്ട്രയിൽ നിന്ന് സേവ ചെയ്യാനായിട്ട് വന്ന എൽഡറിൽ കുറച്ച് പ്രായമുള്ള ഒരാള്, അദ്ദേഹത്തിന് ഫോൺ വരികയാണ്. ഗ്രാൻഡ് ചൈൽഡ്, പേരക്കിടാവ്, ഇപ്പൊ പ്രസവിച്ചിട്ടേ ഉള്ളൂ പേരക്കിടാവിന്,
ക്രിട്ടിക്കലാണ്, ജീവൻ കിട്ടാൻ പ്രയാസാണെന്ന് ഡോക്ടർ പറയുന്നു. അതുകൊണ്ട് ഉടനെ തിരിച്ചു വരണം എന്നുള്ള ഫോണാണ് വന്നത്. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇവിടുന്ന് ബോംബെയിൽ പോയാൽ എനിക്ക് 2 ദിവസം വേണം, ഇവിടെ 2 ദിവസം നിന്നാൽ എന്റെ സേവ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെ ഭഗവാന് മാത്രമേ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റൂ, വേറെ ആർക്കും പറ്റില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് വീട്ടിൽ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ സ്വാമിയോട് പ്രാർത്ഥിച്ചോളാം. സേവ കഴിഞ്ഞു. നമുക്കറിയാം, സേവ കഴിഞ്ഞാൽ എല്ലാവരും ലൈനായിട്ട് നമുക്ക് വിഭൂതിയൊക്കെ തരും. ഇദ്ദേഹത്തിന്റെ കയ്യിൽ വിഭൂതി കിട്ടി, സ്വീറ്റ് എല്ലാം കിട്ടി. അത് കഴിഞ്ഞല്ലേ നമ്മൾ സന്നിധിയിൽ നമസ്കരിക്കാൻ പോവുക. ഇദ്ദേഹം നമസ്കരിക്കാൻ പോയി. നമസ്കരിക്കുമ്പോ കയ്യിൽ പിടിച്ച വിഭൂതിയുടെ ഒരു പാക്കറ്റ് ആ സന്നിധിയിൽ വീണു. ആ വിഭൂതി പാക്കറ്റ് അദ്ദേഹം പ്രത്യേകം വെച്ചു, കാരണം സ്വാമിയുടെ അടുത്ത് വീണ പാക്കറ്റല്ലേ. മോളിന്നൊരു പൂവ് വീണു. സേവകൾ ഈ പൂവ് എടുത്ത് അദ്ദേഹത്തിന്റെ നിങ്ങൾക്കുള്ളതാ പറഞ്ഞു കൊടുത്തു. നാട്ടിൽ തിരിച്ചെത്തി. നേരെ ആശുപത്രിയിലാണ്, ഹോസ്പിറ്റലിലേക്കാണ് പോയത്. നേരെ ഹോസ്പിറ്റലിൽ പോയി. ICUലാണ് കുഞ്ഞ്. ഒരനക്കവും ഇല്ല, ICUവിൽ കിടക്കുകയാണ്. വിഭൂതി ഡോക്ടറോട് ചോദിക്കുക, നെറ്റീവ പുരട്ടി കൊടുത്തു. കരഞ്ഞു കൊടുത്തു. ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു സ്വാമിയോട്. സ്വാമിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ബോംബെയിലേക്ക് തിരിച്ചു പോയത്. കയ്യിൽ ആ പൂവുണ്ടായിരുന്നു, ഉണങ്ങി തുടങ്ങിയ പൂവുണ്ടായിരുന്നു. ആ പൂവ് എടുത്തിട്ട് ആ കുഞ്ഞിന്റെ നെഞ്ചത്ത് വെച്ച ആ സെക്കൻഡില് കുട്ടി ഞെട്ടി ഉണർന്ന പറഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി. അനക്കമില്ലാതിരുന്ന കുഞ്ഞ്. ഡോക്ടർ വന്നു, നേഴ്സ് വന്നു. കുഞ്ഞിനെ എക്സാമിൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുവന്ന് കുഞ്ഞിനെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് ഫുള്ളി റിക്കവേർഡ് ആണ്, ഈ കുഞ്ഞിന് ഇനി യാതൊരു പ്രോബ്ലവും ഇല്ല, കുഞ്ഞിന്റെ എല്ലാം നോർമലാണ്. കാണാത്ത, നമുക്ക് ഇന്ന് കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത സ്വാമിയുടെ ശക്തി. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, കാണാത്ത സ്വാമിക്ക് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സ്വാമിയേക്കാൾ ശക്തിയുണ്ട് എന്ന് പറയാൻ കാരണം, പ്രാർത്ഥിച്ചാൽ മതി, എന്റെ സ്വാമി എന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി. എന്റെ സ്വാമി എന്ന് പറഞ്ഞ് വിളിച്ച ആ സെക്കൻഡില് സ്വാമി നമ്മുടെ മുമ്പിലുണ്ട്. പ്രാർത്ഥിക്കണേക്കാൾ മുമ്പ് തന്നെ സ്വാമി പ്രാർത്ഥിക്കൂ എന്ന് ഗജേന്ദ്ര മോക്ഷത്തില് മഹാവിഷ്ണു പറഞ്ഞതുപോലെ, വിളിക്കൂ ഗജേന്ദ്ര എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം വിളിച്ചുള്ളൂ. അതുപോലെ സ്വാമി കാത്തിരിക്കുകയാണ്. ആ ഭഗവാന്റെ പ്രവർത്തകരാണ് നമ്മളെല്ലാവരും. ഭഗവാനെ കണ്ടവരാണ്, ഭഗവാനെ തൊട്ടവരാണ്, ഭഗവാൻ നമ്മളെ തൊട്ടവരുമാണ്, ഭഗവാനെ കേട്ടവരുമാണ്. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് സ്വാമിയുടെ 100ാമത്തെ ബർത്ത്ഡേ വരുന്ന ഈ സമയത്ത് ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഓരോ സെക്കൻഡും ഏറ്റവും നന്നായിട്ട് ജീവിക്കാം, ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാം. അങ്ങനെ സ്വാമിക്ക് സന്തോഷം.